ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ്രോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ വീക്കെൻഡിൽ ഞാൻ കണ്ട 3 സിനിമകളെ കുറിച്ചാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ, രണ്ടാമത്തത് ഊകോക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, തേർഡ് വൺ ഇസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. അപ്പോൾ ഈ 3 സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം കണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്വലനാണ്. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, നീ കൊന്നതും താൻ തന്നെയാണോ? അതായത് രാഹുൽ ജിയും ഇന്ദ്രനീൽ ജി കെ, അതായത് 2 ഡെബ്യൂ ഡയറക്ടേഴ്സ് ആണ്. അപ്പം ഇവരുടെ ഫസ്റ്റ് മൂവിയാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ. സോഫിയ പോളണ്ട്, അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ അവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് അവരിറക്കിയ ഒരു സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നല്ല രീതിയിൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കും എന്ന് ഇവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ തോന്നലുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ സിനിമ കാണാമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ OTT വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ സിനിമ യൂഷ്വലി ഞാൻ വിചാരിച്ച ഒരു ലെവലുണ്ട്, ഒരു 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 ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അപ്പോൾ അത്ര അവരുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ അവർ ഡെലിവറി ചെയ്തു എന്ന് വേണം പറയാം. ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, കോട്ടയം നസീർ, പിന്നെ കുറച്ചധികം ആൾക്കാർ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് കുറച്ചധികം ആൾക്കാർ. വളരെ ഭംഗിയിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഓൾറെഡി നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രിസ്പായിട്ട് എന്താണെന്ന് ഞാൻ പറയാം. പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഉജ്വലനും ഉജ്വലന്റെ ഫാമിലിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൊലപാതകം നടക്കുകയാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആദ്യമായിട്ടാണ് അവിടെ ഒരു കൊലപാതകം നടക്കുന്നത്. അപ്പോൾ അത് ആരാണ്, ഒരു സൈക്കോ കില്ലർ ആണ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഉജ്വലൻ, അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ എത്തുകയാണ്. പിന്നെ അത് അന്വേഷിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കും. ഇത്രയേ ഉള്ളൂ, ബേസിക് സ്റ്റോറി ഇത്രയേ ഉള്ളൂ. സിജു വിൽസൺ അതിൻ്റെ അകത്തൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത്, അന്വേഷിക്കുന്ന ബാക്കി പരിപാടിയൊക്കെ ആയിട്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടി, ഒരു കോമഡി പ്ലസ് മിസ്റ്ററി എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോണറിലുള്ളൊരു സിനിമയാണിത്. സ്ട്രേറ്റ് ടു സ്റ്റോറി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഒരു സിനിമ പിടിച്ചേക്കുന്നത്. അതായത് ഒരുപാട് ഇൻട്രൊഡക്ഷനോ ഒരു നാട്ടുകാർ മൊത്തം കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കൊലപാതകം എന്നുള്ളൊരു രീതിയിലല്ല പോയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു ഇൻട്രോ പരിപാടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ മൂവ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ പ്ലസ് ആണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവർ എടുത്തു വെച്ചേക്കുന്ന രീതിയാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ എങ്ങനെയായിരിക്കും വരേണ്ടത് അത് അവർക്ക് പ്രോപ്പറായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുമാതിരി തന്നെ കോമഡി എന്ന് പറയുന്ന എലമെന്റിനെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയിൽ കുറച്ച് ഒരുപാട് പൊട്ടിച്ചിരിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു കോമഡിയുടെ ചെറിയൊരു ഫ്ലേവറിൽ കൂടെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര രസമായിരുന്നു സിനിമ. പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് ഓക്കേഷ്. സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ BGM ആണെങ്കിലും ശരി, മ്യൂസിക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ട്, സൗണ്ടിങ് നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് ഡയലോഗ് ഡെലിവറി, സ്ക്രിപ്റ്റ് അവർ പോകുന്ന രീതി, ഒരു സ്ക്രീൻ പ്ലേ പരിപാടിയൊക്കെ ഭയങ്കര രസമായിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സിനിമ. ഈ സിനിമയിൽ എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിന്റെ ക്ലൈമാക്സ്. അതുമാതിരി തന്നെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കൊലപാതക അല്ലെങ്കിൽ മിസ്റ്ററി കില്ലർ എന്ന് പറയുന്ന ആളുടെ ഒരു ബോഡി, ഒരു ഫ്രെയിം കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു മെലിഞ്ഞ ഒരാളാണ് എന്നുള്ളൊരു സാധനം നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ ആ ഒരു ബോഡി സ്ട്രക്ചറിലുള്ള ആരൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആരായിരിക്കും ഈ ആള് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചെറിയ 1-2 കൺഫ്യൂഷൻസ് ആണ് ഉണ്ടായിരുന്നു. ഒന്ന് ഇയാൾ അല്ലെങ്കിൽ ഇയാൾ എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. അത് ഞാൻ വിചാരിച്ചത് 2ാമത്തെ ആളായിരുന്നു ഇതിന്റെ മെയിൻ കൊലപാതകി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു ബോഡി ഫ്രെയിം അവർ കാണിച്ചില്ലായിരുന്നു. കുറച്ചും കൂടി സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ, ഭയങ്കര രീതിയിൽ സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയേനെ ആ ഒരു ബോഡി, ഒരു ഫിഗർ, ആ ഒരു സൈക്കോ കില്ലറിന്റെ ഒരു ഫിഗർ കാണിച്ചില്ലായിരുന്നു. ഹാമറൊക്കെ വെച്ച് അടിച്ചാണ് കൊല്ലുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് സീൻസ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോഡി ഫ്രെയിം കാണിച്ചിട്ടില്ലായിരുന്നു, കുറച്ചും കൂടി രസമായിട്ട് വന്നേനെ. അതുപോലെ തന്നെ ക്ലൈമാക്സ് അവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു സാധനം, വലിയൊരു സംഭവമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതൊട്ടും വർക്ക്ഔട്ട് ആയില്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും കണക്ട് ആയില്ല എന്നുള്ളതാണ് ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസും ആ ഒരു തോട്ടും. അതിനിടയിൽ കുറച്ച് ഫൈറ്റ്, ബാക്കി പരിപാടികൾ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ഒരിക്കലും നിരാശ വരുമെന്ന് തോന്നുന്നില്ല. ധ്യാൻ ശ്രീനിവാസന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റും. ക്ലൈമാക്സും കൂടി കുറച്ചും കൂടി നന്നായിട്ട് വന്നിരുന്നെങ്കിൽ ഫോർ ഷുവർ ധ്യാനിന്റെ ബെസ്റ്റ് മൂവി എന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്വലൻ. ഇതിന്റെ ലൈറ്റിംഗ് എടുത്തു പറയണത് അതൊരു ഗോൾഡൻ അവറിലൊക്കെ എടുക്കുന്ന പോലെയുള്ള അങ്ങനത്തെ കുറച്ച് ലൈറ്റിംഗ് പരിപാടികൾ ഭയങ്കര വൈബ്രന്റ് ആയിട്ട്, ഭയങ്കര വൈബ്രന്റ് അല്ല എന്നാൽ പോലും ഒരു നല്ല കളർഫുൾ ആയിട്ട്, നല്ല രസമായിട്ട്, ഒരു ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് ഒരു കളറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. വളരെ രസമായിട്ട് അവർ എടുത്തു വെച്ച് നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. അത്രയേ രസമായിട്ടാണ് അതിന്റെ ഒരു പരിപാടിയൊക്കെ പിടിച്ചേക്കുന്നത്. ദെൻ കംസ് ഊകോക്ക്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്,
റോണി ഡേവിഡ് എന്നിവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സിനിമയിലുള്ളത്. ഞാൻ പറയാൻ പറഞ്ഞു റോണി ഡേവിഡ് കഴിഞ്ഞ സിനിമയിലും, അതായത് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞ ഡിറ്റക്റ്റീവ് ഉജ്വലിലും ഉണ്ട്. ആ സിനിമയിൽ, അതായത് ഡിറ്റക്റ്റീവ് ഉജ്വലിൽ ഒരു എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലും ഒരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഊക്കോക്കിൽ. പക്ഷെ ആകെ എനിക്ക് ഒരാളുടെ അഭിനയം മാത്രമാണ് ഒട്ടും രസമില്ലാതെ ബോർ എന്ന് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് തോന്നി. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ രഞ്ജിത്ത് സജീവാണ്. പുള്ളിക്കാരൻ ഈ ഒരു ഗോളം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് രഞ്ജിത്ത് സജീവിന്, നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ട് ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ് നല്ല രസമായിട്ട് അത് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു 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 ഇതിലോട്ട് പുള്ളിക്കാരൻ നമുക്ക് കാണാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്തൊക്കെയോ സ്ക്രീൻ ചെയ്യുന്നുണ്ട്, ചെറിയ ഡാൻസ് പരം, ഒരു ആവശ്യമില്ലാതെ ഒരുപാട് പാട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. എന്തിനാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ചവറെന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അത്ര രസമായിട്ട് തോന്നാതെ ചുമ്മാ പാട്ടുകൾ ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസ് പരിപാടി, ഒരു സിങ്കും ഇല്ലാത്ത കുറച്ച് നമുക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ഇവരുടെ ഡാൻസ് ആണെങ്കിലും ബാക്കി പരിപാടികളൊക്കെ ആണെങ്കിലും ശരി. ഇതിൻ്റെ അകത്തൊരു കണ്ണാടി വെച്ചിട്ടുണ്ട് രഞ്ജിത്ത് സജീവ്. ആ ഒരു ക്യാരക്ടറിന് ചേരാത്ത ഒരു കണ്ണാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഋത്തിക് റോഷന്റെ ഒരു സിനിമയുണ്ട്, ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, അതിനകത്തുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെക്സ് ഉണ്ട്, അതുപോലത്തെ ഒരു സ്പെക്സ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഒട്ടും എനിക്ക് അങ്ങോട്ട് ഇനിയിപ്പോൾ അതിന്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണോ ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു ക്യാരക്ടർ പ്രോപ്പർ ഒരു ഡെഫിനിഷൻ ഇല്ലാത്ത പോലെ തോന്നി. ചില സമയത്ത് നമുക്ക് ഈ ഒരു ക്യാരക്ടറാണ് ഭയങ്കര മാസാണെന്ന് തോന്നുന്നു, എന്താ ഭയങ്കര മാസ് എന്ന പരിപാടി. ചില സമയത്ത് എന്നാൽ ഇത് വേറെ എന്തോ ഒരു ഉണ്ണാകനെ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഒരു പ്രോപ്പർ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. പല സമയത്ത് പലതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ആവശ്യമില്ലാതെ അവർ ഈ ഒരു ക്യാരക്ടറിനെ, അതായത് ടോണി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതെ ടോണി എന്നാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര്. ആ ടോണിനെ ഒരുപാട് അങ്ങ് എലിവേറ്റ് ചെയ്തൊരു മാസ് ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ആ ഒരു മാസ് പരിപാടി ഒരു പൊടിക്ക് കുറച്ചിരുന്നെങ്കിൽ ഈ ഒരു സിനിമ കൊള്ളാവുന്ന നല്ലൊരു സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു റേഞ്ചിലോട്ട് എന്തായാലും വന്നേനെ. ഇതിന്റെ കഥയൊന്നുമില്ല. ഈ പുള്ളിക്കാരന് UK പോണം എന്ന് അച്ഛനായിട്ടുള്ള ജോണി ആന്റണി പറയുന്നുണ്ട്. പിന്നെ അതിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണില്ല. ആ പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല, കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. പിന്നെ അങ്ങനെ ബ്ലാ 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 അങ്ങനെയാണ് ഒരു പരിപാടിയിലാണ് പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഈ സിനിമ തുടങ്ങുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. വേറൊരു കുട്ടിക്കാലം, ജോണി ആന്റണിയുടെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനമൊക്കെ പിടിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അതൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പാട്ടുകളൊന്നും അത്ര രസമായിട്ട് വന്നില്ല. BGMs വാസ് ലൈക്ക് ഓക്കെ. സിനിമാറ്റോഗ്രഫി പരിപാടികൾ കുഴപ്പമില്ലായിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നു, ഈ അരുൺ വൈകിയാണ് ഈ സിനിമയുടെ ഡയറക്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഗുണ്ടജയനൊക്കെ ചെയ്ത സെയിം ഡയറക്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത് എഴുതിയതും ഡയറക്ട് ചെയ്തതും അരുൺ വൈഗ തന്നെയാണ്. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു, UK ബാക്കി പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണം ഇവിടെ നമുക്ക് കേരളത്തിലൊക്കെ തന്നെ എന്താ പറയുക, സ്വന്തമായിട്ടൊന്നും തുടങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ഇവിടെ പ്രോപ്പർലി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ കാരണം കഷ്ടപ്പെടുന്നുണ്ട്. UK എന്നൊക്കെയുള്ള രീതിയിൽ എഴുതിയേക്കുന്ന ഒരു സിനിമ വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ലാത്തൊരു പ്ലോട്ടാണ് അത്. ഇത്രയും വലിയൊരു സംഭവമായിട്ട് പുള്ളിക്കാരൻ അത് എന്തിനു പുട്ട് ഫോർവേഡ് ചെയ്തു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്ലൈമാക്സിലൊക്കെ ഒരുപാട് പരിപാടിയൊക്കെ പുള്ളിക്കാരൻ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ഇമോഷണൽ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ഒട്ടും കണക്ട് ആയില്ല എന്നുള്ളതാണ്. കുട്ടിയുടെ പെർഫോമൻസ് ബോറായിരുന്നു എന്നുള്ളതല്ല, ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് റിലേറ്റബിൾ ആയില്ല. നമ്മളിത് കണ്ടിട്ട് ഞാൻ ടു ബി ഓണസ്റ്റ് ഒരു വികാരമില്ലാത്ത ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ ആണെങ്കിലും ശരി, അവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഒരുപാട് പരിപാടികളൊക്കെ പിടിക്കുന്നുണ്ട്, ഡാൻസ് വൈബൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, കുറച്ച് മാസ് മസാല സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നുണ്ട്. ജോണി ആന്റണി ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇന്ദ്രൻ സാറൊക്കെ ഗംഭീരമായിട്ട്. അതാണ് ചില സ്ഥലങ്ങളിൽ ഈ ഒരു ടോണി എന്ന് പറയുന്ന രാജീവ് സജീവിന്റെ ഈ ഒരു ക്യാരക്ടറിന് ചുമ്മാ ഒരു മാസ് ഒരു സാധനം ചുമ്മാ പമ്പ് ചെയ്യണം. അപ്പം ഈ പമ്പ് ചെയ്യുമ്പോഴത്തേന് ആ പുള്ളിക്കാരൻ്റെ ഒരു മാസ് അത്രയും എത്ര എങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് താന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അല്ലാതെ ഈ ടോണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇത് വരുമ്പോൾ ബാക്കിയുള്ള അല്ലെങ്കിൽ ഒരു വേണ്ട എന്നൊരു ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു പൊടിക്ക് താന്നു പോകുന്നു എന്നുള്ളതിനെ കാട്ടി അവർ താന്നു കൊടുക്കുകയാണ്. നീ പറ മാസ് എന്നുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോപ്പർ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എലിവേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. ബാക്കി ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു പൊട്ടിക്ക് താരുന്നു അല്ല ചപ്പ അങ്ങനെയുള്ള പരിപാടിക്ക് അപ്പുറം ഒന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇതിന്റെ റേറ്റിംഗ് നെറ്റിൽ കിടക്കുന്ന 8.3 ആണ് ഔട്ട് ഓഫ് 10. അതെങ്ങനെ അത്രയും വലിയ റേറ്റിംഗ് വന്നു, ഇത്രയും ആൾക്കാർക്ക് അതെങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഇഷ്ടപ്പെടാത്ത, വേണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയുന്ന, അതിന്റെ അപ്പുറം ഒന്നും സമ്മാനിക്കാത്ത ഒരു സിനിമയായിരുന്നു ഊക്കോക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന ഒരുവിധം എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ താരം ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ടോണി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരു ഫ്രണ്ട് പയ്യനുണ്ട്. ആ പയ്യനെ കഴിവുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്യാനില്ല ആ പയ്യനെ, അഭിനയിച്ച് തകർക്കുക എന്നുള്ളതല്ല, പക്ഷെ ഉള്ളത് എന്താണോ അത് ഡീസെന്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ കണ്ട് കൊള്ളാല് ചെക്കെന്ന് തോന്നിപ്പോയി. കാരണം അത്ര നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അഭിനയം എന്ന് തോന്നില്ല, അത്ര ഭംഗിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ
ഈ ടോണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ നമ്മുടെ നായകന്റെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ചില മന്ത്രി പരിപാടിയൊക്കെ ഉണ്ട്. സത്യത്തിൽ ചിരി വന്നു പോയി കണ്ടിട്ട്. അഭിനയമാണെങ്കിലും ശരി, അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയാണെങ്കിലും ശരി, അങ്ങോട്ട് മെനയാവണില്ല എന്ന് പറയുന്ന ഒരു രീതി. ഒരിക്കലും പുള്ളിക്കാനെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയല്ല പറയാൻ, ജെന്യുവൻലി പറയുന്നു എന്ന് മാത്രം. മൂന്നാമത് ഞാൻ കണ്ട സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണം. അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. ഇന്ദ്രജിത് സുകുമാരനും അനശ്വര രാജനും മെയിൻ ക്യാരക്ടർ ചെയ്ത അർജുൻ ടി സത്യൻ തിരക്കഥ എഴുതി ദീപു കരുണാകരൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമ. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം. അതായിരുന്നു എൻ്റെ അവസ്ഥ. സ്റ്റാർട്ടിങ് കുഴപ്പമില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അനശ്വര, യൂഷ്വലി നമ്മൾ പറയാം അനശ്വരയുടെ മിക്ക ക്യാരക്ടേഴ്സ് ഒളിച്ചോട്ടത്തിന്റെ ഒരു പ്രതീകമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അനശ്വര ഇതിൻ്റെ അകത്തും ചെറിയൊരു ഒളിച്ചോട്ടം പരിപാടിയാണ് ചെയ്യണം. ഒറ്റയ്ക്കാണെന്ന് മാത്രം, കല്യാണം അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഒളിച്ചോട്ടം പരിപാടി നടത്തുന്നുണ്ട്. അവിടുന്ന് തിരുവനന്തപുരത്ത് ഇന്ദ്രിയത്തിനെ മീറ്റ് ചെയ്യുന്നു. അപ്പം അവിടെ നടക്കുന്ന പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു വെച്ചേക്കുന്നത്. സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഇതങ്ങോട്ട് എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലോ, അങ്ങോട്ട് പോരല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ. കാര്യമൊന്നുമില്ല, ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. സ്റ്റാർട്ടിങ് കുറച്ച് സീൻസ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് തോന്നുന്നുണ്ട്. ഇന്ദ്രിയത്ത് വന്നു കഴിഞ്ഞിട്ട് അവിടെ വരുന്ന 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സും ബാക്കിയുള്ളവരൊക്കെ. അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ കോമഡി പരിപാടിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ സിനിമ പ്രോഗ്രസ് ആവും. കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഒരു പേസിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു പൊട്ടിക്ക് ലാഗ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും ലാഗ് ഉണ്ട് എന്ന് ഉറപ്പിക്കും. സിനിമ തീരാറാവുമ്പം വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു സിനിമ വന്ന് നിൽക്കുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും വെറുപ്പിക്കൽ എന്ന് പറയുന്ന സാധനം വേറെ ലെവലായിരിക്കും. ഓൺ ദ റൂഫ് അല്ലെങ്കിൽ ഓഫ് ദ റൂഫ് എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് എത്തുന്നുണ്ട് ഈ ഒരു സിനിമയുടെ വെറുപ്പിക്കൽ. കുറെ ബ്രാൻഡ് പ്രൊമോഷൻ പോലെയും കുറെ സീൻസ് കുറെ പരിപാടിയൊക്കെ പിടിച്ചിട്ട് ക്രിഞ്ച് എന്ന് പറയുന്നതിന്റെ അപ്പുറം ചളു എന്ന് പറയാൻ പറ്റുന്ന റേഞ്ചിലോട്ടാണ് ഈ ഒരു സിനിമയുടെ പ്രോഗ്രഷൻ. ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു സിനിമ. കുഴപ്പമില്ലാതെ അവർ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഈ സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു 70% കാറിൻ്റെ അകത്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, സംഭവിക്കുന്ന സംസാരവും ബാക്കി പരിപാടികളൊക്കെ. ഒട്ടും റിലേറ്റബിൾ അല്ലാത്ത 2 ക്യാരക്ടേഴ്സ്. ഫ്രെയിംസ് ആണെങ്കിലും ശരി, വലിയ സുഖം തോന്നിയിട്ടില്ല. ആ ഒരു സിനിമ പോകുന്നൊരു രീതിയാണെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്ന രീതി, ക്യാരക്ടേഴ്സിന്റെ അഭിനയം, ആ ഒരു പോലീസുകാരനെ കഴിവുള്ളതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആരും അത്ര വലിയ സംഭവമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിനിടയിൽ കുറെ ഇമോഷണൽ പരിപാടിയൊക്കെ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു പൊടിക്ക് കിടക്കട്ടെന്ന് ഇവർ ചെയ്തായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ അതിൻ്റെ അകത്തൊരു ഒരു സീൻ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊന്നും പറയാനില്ല, അങ്ങനെ അങ്ങ് പോയി. എന്തായാലും നിങ്ങൾ ഈ ഒരു 3 സിനിമ കാണാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തന്നെയായിരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാണുക, നിരാശപ്പെടാനുള്ള ചാൻസ് ഒന്നും തോന്നില്ല. അതർ ദാൻ ക്ലൈമാക്സ്, ബാക്കിയെല്ലാം നല്ല രസമായിട്ട് എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മിസ്റ്ററി, ഒരു കോമഡി ഒരു ജോൺറിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. എൻജോയ് ചെയ്യുന്നതാണ് തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ട്. പിന്നെ സമയമുണ്ടെങ്കിൽ ഊക്കോക്ക് ഒന്ന് കണ്ടു നോക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പച്ചച്ചോറ് തിന്നുന്ന ഒരു ഫീൽ, പ്രത്യേകിച്ച് വികാരമൊന്നും വരാനൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാം എന്നതിൻ്റെ അപ്പുറം വലുതായിട്ട് എന്തെങ്കിലും ആ ഒരു സിനിമ സമ്മാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി എന്തിനു ജീവിക്കണം ഭഗവാനെ എന്നാലോചിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു പൊട്ടിക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാവേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ സിനിമ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കണ്ട് വായിച്ചൊക്കെ നോക്കി എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ദെൻ ബൈ.